Hi friends, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് Adobe illustrator CCയിൽ shape builder ടൂളിനെ കുറിച്ചാണ്. എന്താണ് shape builder ടൂൾ? shape builder ടൂൾ എന്നാൽ rectangles, circles എന്നിവയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് shape builder ടൂൾ. ഇങ്ങനെയുള്ള rectangles അതുപോലെ circles ഇവയൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ shapes ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. Shape builder ടൂളിൽ 4 മോഡുകളുള്ളത്. 1 മെർജ് മോഡ്, 2 എക്സ്ട്രാക്ട് മോഡ്, 3 ഇറേസ് മോഡ്, 4 ക്രിയേറ്റ് മോഡ്. ആദ്യം മെർജ് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രോക്ക് മതി. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇതിന്റെ ഒരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ സൈസ് നമുക്ക് ചെറുതാക്കാം. എന്നിട്ട് ഈ വലിയ സർക്കിളിന് മുകളിലായിട്ട് കൊണ്ടുവെക്കുക. നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഷേപ്സ് ആണ് വേണ്ടതെന്ന് കരുതുക. അതിനുവേണ്ടി ഷേപ്പ് ബിൽഡർ ടൂൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെക്കുമ്പോൾ തന്നെ അത് ഓരോരു പാർട്ടായിട്ട് സെലക്ട് ചെയ്ത് കാണുവാൻ സാധിക്കും. ഇത് നമുക്ക് മെർജ് ചെയ്യാൻ ഇതിന് മുകളിൽ കൂടി ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ 2 സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. ജസ്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും സെലക്ട് ചെയ്തതിനു ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അടുത്തത് എക്സ്ട്രാക്ട് മോഡ്. അതിനായി നമുക്ക് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ കോപ്പി ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ സർക്കിളിന്റെ ഒരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കൊരു പുതിയ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇതിന്റെ സെന്ററിലുള്ള ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടതെന്ന് കരുതുക. അതിനായി ഷേപ്പ് ബിൽഡർ ടൂൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കൊരു പുതിയ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വളരെ ഈസിയായി പുതിയൊരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇറേസ് മോഡ്. നമുക്ക് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്തുകൊണ്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സർക്കിൾ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഈ ഷേപ്സ് ആണ്, ഈ സെന്ററിലുള്ള ഐ ഷേപ്സ് ആണ് വേണ്ടതെന്ന് കരുതുക. നമുക്ക് ഈ ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതുക. ആദ്യമായി സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഷേപ്പ് ബിൽഡർ ടൂൾ ജസ്റ്റ് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് കാണുവാൻ സാധിക്കും. നമുക്ക് ഈ ഭാഗവും ഈ സെലക്ഷനുള്ള ഭാഗവും അതുപോലെ ഈ സെലക്ഷനുള്ള ഭാഗവും ഡിലീറ്റ് ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴ്സറിൽ കാണുവാൻ സാധിക്കും ആ പ്ലസ് മൈനസ് ആവുന്നത് കാണുവാൻ സാധിക്കും. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഈ സെലക്ഷനുള്ള ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും.
നമുക്ക് ഒരു പുതിയൊരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. അടുത്തത് ക്രിയേറ്റ് മോഡ്. ക്രിയേറ്റ് മോഡ് എന്നാൽ നമുക്കൊരു നെഗറ്റീവ് സ്പേസിൽ നിന്നും ഒരു പുതിയ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് മോഡ്. അതിനായി നമുക്കൊരു സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഈ നെഗറ്റീവ് സ്പേസ് നിന്നാണ് ഒരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കരുതുക. അതിനായി ഇത് ജസ്റ്റ് എല്ലാം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ നെഗറ്റീവ് സ്പേസിൽ നിന്നും ഒരു പുതിയ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ നമുക്കൊരു ഷൈനിങ് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഷേപ്സ് എന്നത് നമുക്ക് എന്തും ലൈൻ ഉപയോഗിച്ചുകൊണ്ടും ഇത് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ലൈൻ ഷേപ്സ് മാത്രമല്ല, ലൈൻസ് കൊണ്ടും പാത്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സർക്കിൾ വരച്ചു. അതിനുശേഷം ഞാൻ പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാത്ത് ലൈൻ വരച്ചു. ഇത് രണ്ടും സെലക്ട് ചെയ്ത് നമുക്ക് വളരെ ഈസിയായി എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അതിനായി നമുക്കൊരു ഫ്ലവർ വേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നോക്കാം. ആദ്യം സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 സർക്കിൾസും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ആയി, ഒരു ഷേപ്സ് ക്രിയേറ്റ് ആയി. അതിനുശേഷം റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് രണ്ടും സെൻറ്റർ ചെയ്യുക. ഇതിന് അലൈൻ ടു സെലക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൊറിസോണൽ അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഒരു സർക്കിൾ ടൂൾ ക്രിയേറ്റ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്പേസ് ഭാഗങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനായി ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലീഫ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. നമുക്ക് ഇത് കമ്പൈൻ ചെയ്യാം. ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം.
റഫായിട്ട് വരച്ചൊരു സംഭവമാണ്. ഇങ്ങനെ നമുക്ക് എന്തും വളരെ ഈസിയായി നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഷേപ്സ് ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.